All of you, welcome back our mathematics class. നമ്മുടെ മാത്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ ഒരു ഫ്രാക്ഷൻ അല്ലേ, നമ്മുടെ ഫ്രാക്ഷനെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിൽ നമ്മളൊരു കുറച്ച് സമ്മിൻ്റെ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഐ തിങ്ക് ഇറ്റ്സ് ഹോംവർക്ക്. സോ വി ക്യാൻ ചെക്ക് ദ ഹോംവർക്ക്സ് അറ്റ് ഫസ്റ്റ്. ദ ക്വസ്റ്റ്യൻ ഈസ് 1/2 plus 1/2 raised to 2 square plus 1/2 cube. ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അല്ലേ. സോ ചെക്ക് ചെയ്യാം. 1/2 plus 1/2 square plus 1/2 cube. So this one is our question, the third question from the second. Okay. So 1/2, what is actually 1/2? 1/2, that is 2 raised to 1. 1/2 raised to 1, that is 1/2. So we can multiply it by 5 raised to 1. So the numerator also multiply by 5 raised to 1 plus 1/2 square here. So we can multiply by 5 square to convert the power of 10 into 5 square on numerator also plus 1/2 cube into 5 cube, here also 5 cube. Okay, next 5 raised to 1 5, so that is 1 into 5 divided by 2 raised to 1 into 5 raised to 1, that is 10 raised to 1 plus 1 into 5 square, 5 into 5, that is 25. 25 divided by 2 square into 5 square, that is 10 square plus 1 into 5 cube, that is 1 into 5 cube, 125 divided by 10 cube equal to 1 into 5, 5 divided by 10 raised to 1, 10 plus 1 into 25, 25 divided by 100 plus 125 divided by 1000. And the final 5/10 equal to 0.5 plus 0.25 plus 0.125. Now we can add 0.5, 0.25, 0.125, 5, 7, 7 plus 1, 8, 0, 0.875 equal to 0.875 is the answer. Clear? നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് കിട്ടിയ ആൻസർ എന്താണോ ശരിയാണോ എന്നുള്ളത്. ഓക്കെ, സോ അവിടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആ സെക്ഷനിലുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, അപ്പോൾ നന്നായി ശ്രദ്ധിച്ചിരിക്കണേ. Okay, look at the question, the third one. I'll read the question. A 2-digit number divided by another 2-digit numbers give 5.875. What are the numbers? ഏതൊക്കെയാണ് നമ്പേഴ്സ് എന്ന് പറയുന്നത്? ഇവിടെ പറയുന്നത് എന്താണ്? ഒരു നമ്പർ, ഒരു 2-digit നമ്പർ. ഇഷ്ടമുള്ളത് പറഞ്ഞ 23, 54, 91, ഇതൊക്കെ 2-digit നമ്പേഴ്സാണ്, 2 ഡിജിറ്റുള്ള നമ്പേഴ്സൊക്കെ. ആ 2-digit നമ്പറിനെ മറ്റൊരു 2-digit നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് ആൻസർ കിട്ടുന്നു? 5.875 കിട്ടുന്നു. 5.875 എന്ന് പറയുന്ന ആൻസർ കിട്ടുന്നു. ദെൻ വാട്ട് ആർ ദ നമ്പേഴ്സ് എന്ന് പറയുന്നത് ആ ഫ്രാക്ഷനാണ് നമ്മൾ എഴുതേണ്ടത് അല്ലേ. ഒരു 2-digit ആയിട്ടുള്ള രണ്ട് 2-digit നമ്പേഴ്സാണ്. അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? 5.875 എന്ന് പറയുന്ന ആൻസർ കിട്ടുന്നു. എങ്കിൽ ഏതാണ് ആ നമ്പർ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അല്ലേ. സോ look at the board. We get an answer 5.875. Okay. 875. 5.875 എന്ന് പറഞ്ഞു.
എന്ത് നമ്പറാ? ദാറ്റ് ഇസ് എ ഡെസിമൽ അല്ലേ? ഇറ്റ്സ് ഡെസിമൽ ഫോമാണ്, ഒരു നമ്പറിൻ്റെ ഡെസിമൽ ഫോമാണ്. ഇതിനാദ്യം നമുക്ക് ഫ്രാക്ഷനിലേക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി നോക്കാം. ഫ്രാക്ഷനിലേക്ക് മാറ്റാം. ഫ്രാക്ഷനിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെയാണ്? ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര നമ്പർ ഉണ്ട്? ഓക്കെ, ദർ ആർ 3 digits അല്ലേ? സോ നമുക്ക് വി ക്യാൻ റൈറ്റ് ദ നമ്പർ 5875 divided by 1000. ഓക്കെ, എന്താ നമ്മൾ ചെയ്തേ? 5.875 എന്നതിനെ നമ്മൾ എന്ത് ചെയ്തു? സോ ദിസ് വൺ ഇസ് എ ഡെസിമൽ ഫോം. സോ at first we just convert the decimal form into the fraction. So that means 5875 divided by 1000 അല്ലേ? 1000 കിട്ടിയത് പോയിന്റ് കഴിഞ്ഞിട്ട് 3 digits ഉണ്ട്. അപ്പോൾ 3 സീറോയുള്ള നമ്പർ വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഫാക്ടറൈസ് ചെയ്യുക. ക്ലിയർ ആണല്ലോ? ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്ററെയും ഫാക്ടറൈസ് ചെയ്യാം. അപ്പോൾ 5875നെ ഫാക്ടറൈസ് ചെയ്യാം. 5 എന്ന് പറയുന്ന നമ്പർ കൊണ്ട് ഫാക്ടറൈസ് ചെയ്യാം അല്ലേ? എങ്ങനെ ചെക്ക് ചെയ്യാന്ന് പറയുന്നത് നിങ്ങൾക്ക്? 5ൽ എത്ര 5 ഉണ്ട്? 15. ഓക്കെ, ഓക്കെ. നെക്സ്റ്റ് 8 എടുക്കാം നമുക്ക്. ജസ്റ്റ് ടേക്ക് 8 എത്ര 5 ഉണ്ട്? 1. ബാക്കി റിമൈൻഡർ 3 ഉണ്ടാവും. ഇനി 37 നോക്ക്. 37 നിങ്ങൾ ഇവിടെ ഡിവൈഡ് ചെയ്താൽ മതി കേട്ടോ. എങ്ങനെയാ? ഇങ്ങനെ 5875 ഡിവൈഡഡ് ബൈ 5. അപ്പോൾ ആൻസർ കിട്ടൂലേ മുകളിൽ? ആ മുകളിൽ കിട്ടുന്ന ആൻസറാണ് ഇവിടെ എഴുതേണ്ടത്. ക്ലിയർ ആണ്? സോ 37ൽ 7 ടൈംസ് അല്ലേ? 7 ടൈംസ് എത്രയാ? 7 ടൈംസ് എന്ന് പറയുമ്പോൾ 35 അല്ലേ? 35. ബാക്കി 2 ഉണ്ട്. സോ 2 ഇതിനോട് ചെയ്യുമ്പോൾ 25. 25ൽ 5 ടൈംസ്. ഇവിടെ വേണമെങ്കിൽ ചെയ്യാം 5 1 5. നെക്സ്റ്റ് 8 1 5 3 37. That's 7 into 5 35. Remainder 2 and 5 25. That's 5. Answer 25. Remainder 0. So here the quotient is 1175. So you can write here 1175. Again divided by 5. ഈ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ലാസ്റ്റ് 5 ആണെങ്കിൽ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ 11ൽ 5 എന്ന് പറയുന്നത് 2 ടൈംസ് ആണ്. ഓക്കെ, 10. ബാക്കി റിമൈൻഡർ 1. നെക്സ്റ്റ് ആ 1 ഇതിലെടുക്കുമ്പോൾ 17ൽ 3 ടൈംസ്. ഓക്കെ, സോ റിമൈൻഡർ 15ൽ വരുന്നത്. അപ്പോൾ 2 ഉണ്ടാവും അല്ലേ? 2 ആകുമ്പോൾ 25ൽ 5 ടൈംസ്. ഓക്കെ, സോ ദ ആൻസർ ഈസ് 235. സോ നിങ്ങളിവിടെ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ 1175 ഡിവൈഡഡ് ബൈ 5. ഓക്കെ, ലൈക്ക് 75 divided by 5 11. 2 times 10. Remainder 1. Next 17 divided by 5, that 3 times, that is 15, and remainder 2, and the last one 5. 25 divided by 5 25, remainder is 0. So the answer is 235. Okay, next again we can do with 5. 23 4 times, because 4 into 5, that is 20, and the remainder is 3. 35 7 ആണ് പോകുന്നത് അല്ലേ? 7 into 5 35. So 47 വരെ വന്നു. ഇനി 47 എന്ന് പറയുന്ന നമ്പർ, ആ നമ്പർ ഒരു പ്രൈം നമ്പറാണ് 47 എന്ന് പറയുന്നത്. അപ്പോൾ ആ 47 നമുക്ക് വേറെ ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് അത് അവിടെ അങ്ങനെ തന്നെ എഴുതി വെക്കുന്നു. അപ്പോൾ എങ്ങനെ വരിക? 5 into 5 into 5 into 47. ഇതാണ് ആരെന്ന് പറയുന്നത്? 5875 എന്ന് പറയുന്നത്. സോ 5875 5875 is equal to 5 into 5 into 5 into 47 എന്ന് പറയുന്നതാണ് അല്ലേ? സോ നമുക്ക് അതിനെ ഇവിടെ എഴുതാം 5 into 5 into 5 into 47 എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ 1000 ഇതേപോലെ നമുക്ക് ചെയ്യാം. 1000 2, that is 500, again 2 250,
again 2, 125, next 5, we can take 5, that is 25, because 25 into 5, 125, next 5, and the last one is 5. So 1000 is equal to 2 into, how many 2s are there? 3 2s are there. So 2 into 2 into 2 into 5 into 5 into 5. Okay, so ഇനി ഈ ഒരു ഭാഗത്തേക്ക് നോക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ കഴിയുന്നതൊക്കെ കട്ട് ചെയ്യാം. എങ്ങനെയാ? 5 5 and 5 5 and the last 5. Okay, the remain 47 divided by 2 into 2 into 2, 2 into 2, 2 into 2 4, 4 into 2 8. So our answer is the last one 47 by 8. But നമുക്ക് ആവശ്യമുള്ളത് 2 digit number ആയിരുന്നു അല്ലേ? ഇവിടെ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് 47, that is a 2 digit number, but denominator is not a 2 digit number. So we want to convert that into the 8 into the 2 digit number. So 2 digit number convert ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 8നെ 2 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. ബിക്കോസ് 8 നമുക്ക് പറയുന്നത് 2 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? അത് 60ലേക്ക് മാറും അല്ലേ? 16 ആവും അല്ലേ? സോ ദ ലാസ്റ്റ് വൺ 47 ഡിവൈഡഡ് ബൈ 18. ഈ 8നെ നമ്മൾ 16 ആക്കി കഴിയുമ്പോൾ അത് എന്തായിട്ട് മാറും? 2 digit become a 2 digit number. ഇപ്പോൾ 2 digit number വെച്ച് ഇത് നമ്മുടെ ക്വസ്റ്റ്യനിൽ 2 digit number ആണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ 2 digit number ആക്കാൻ ഇവിടെ 2 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അത് ചെയ്യണം. ഡിനോമിനേറ്ററിൽ ചെയ്താൽ അത് ന്യൂമറേറ്ററിൽ ചെയ്യുന്ന നിർബന്ധമാണ്. ഇപ്പോൾ 47 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 7 ഇൻറ്റു 2 14, 4 ബാക്കി റിമൈൻഡർ 1 ഉണ്ടാവും. 4 ഇൻറ്റു 2 8 പ്ലസ് 94 ഡിവൈഡഡ് ബൈ 8 ഇൻറ്റു 2 എന്ന് പറയുന്നത് 16. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് 2 ഡിജിറ്റ് നമ്പേഴ്സ് അല്ലേ? അതായത് 94 എന്ന് പറയുന്ന 2 ഡിജിറ്റ് നമ്പറിനെ 16 എന്ന് പറയുന്ന 2 ഡിജിറ്റ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? 5.875 എന്ന് പറയുന്ന ആൻസറാണ്. അപ്പോൾ നിങ്ങളത് കാൽക്കുലേറ്റർ ചെക്ക് ചെയ്ത് നോക്കും, നിങ്ങൾക്ക് ആ സെയിം ആൻസർ ആയിട്ട് കിട്ടും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതാണ് നമ്മുടെ ആ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾ നന്നായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്യാം. ഓക്കെ, ഇതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കാം. 2.875 എന്ന് പറയുന്ന ഈ ഡെസിമൽ എന്ത് ചെയ്യണം? അതിനെ ഫ്രാക്ഷനാക്കി മാറ്റണം. ബട്ട് ഫ്രാക്ഷൻ ആവും ശ്രദ്ധിക്കേണ്ടത് അത് എന്ത് ഫ്രാക്ഷനായിട്ട് വേണം? 2 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ ഫ്രാക്ഷനായിട്ട് തന്നെ വേണം. അപ്പോൾ നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുക, ആ നമ്പർ മാറ്റിയിട്ട് 2.875 എന്ന് പറയുന്നതാക്കി മാറ്റുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ എങ്ങനെയാണ് ആൻസർ ചെയ്താൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? 2875 ഡിവൈഡഡ് ബൈ 1000. Okay, so that's equal to next factorization ആണ്. So the factorization 2875 divided by 5. 28ൽ 5 ടൈംസ് ചെക്ക് ചെയ്യാം നമുക്ക് അല്ലേ? 5 ടൈംസ് ആണ്. ബാക്കി വരുന്നത് എത്രയാണ്? ഇപ്പോൾ ആൻസർ വരുന്നത് അവിടെ 28 എന്ന് പറയുമ്പോൾ 25 ആണ് വരുന്നത് അല്ലേ? 5 into 5 എന്ന് പറഞ്ഞാൽ 25 ആണ്. 25 ആണെങ്കിൽ അതിൻ്റെ ബാക്കി 3 ഉണ്ടാവും. സോ 37 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് വരുന്നുണ്ടെങ്കിൽ അത് ഇവിടെ ചെക്ക് ചെയ്യുക നിങ്ങൾ. 2875 ഡിവൈഡഡ് ബൈ 5. 28ൽ 5 ടൈംസ് 25 റിമൈൻഡർ 3, ദാറ്റ് ഈസ് 37. 37ൽ 7 35 ആണ് വരിക. 35 ആൻഡ് റിമൈൻഡർ 2 25 വരും അല്ലേ? 25ൽ 5 ടൈംസ് 25 0. So the answer 575. Again we can do with the 5. Okay, so that is 575 divided by 5. Okay, next 7 that 1 time 5, a reminder 2 25. 25 will 2 times, sorry 5 times, so 115. Again we can do with 5. ഇവിടെ 11 ആണ്. 11ൽ 2 ടൈംസ് ആണ്. ബാക്കി റിമൈൻഡർ 1 ഉണ്ടാവുമല്ലോ. അപ്പോൾ 15 എന്ന് പറയുമ്പോൾ 23 ആണ്. ഇപ്പോൾ ലാസ്റ്റ് നമ്പർ കിട്ടുന്നത് നമുക്ക് 23 ആണ്. ഇനി ഈ 23 നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ഇല്ല. അപ്പോൾ 23 എന്ന് പറയുന്ന ഒരു പ്രൈം നമ്പറാണ്. അപ്പോൾ അതവിടെ നിന്നോട്ടെ. അപ്പോൾ എങ്ങനെ നമ്മൾ എഴുതും? 5 into 5 into 5 into 23 ഡിവൈഡഡ് ബൈ 1000. അത് നമ്മൾ നേരത്തെ എഴുതിയതായിരുന്നു അല്ലേ? ഇങ്ങനെയാ 5 into 5 into 5 into 2 into 2 into 2. Okay, we can cut the 5 5 5 5 5 5 5.
So the last one 23 divided by 2 into 2 into 2 8. So here 23 is a 2-digit number but 8 is not a 2-digit number. Next we just convert the 8 into 2-digit number but value change ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം 16 അതായത് 23 by 8നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ദ ബോത്ത് ഓക്കെ. ആൻസർ ഈസ് 23 into 2 46 divided by 8 into 2 16. So the number is 46 divided by 16 എന്ന് പറയുന്നതാണ് ആ നമ്പർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ. നെക്സ്റ്റ് our heading that is new forms. New forms. ഇപ്പോൾ നമ്മൾ ഇതുവരെ ഇതാണ് ഇതിൻ്റെ എൻഡിങ് എന്ന് പറയുന്നത്, ലാസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ന്യൂ ഫോംസ്. നമ്മൾ ഇതുവരെ പഠിച്ചത് 10ൻ്റെ പവറാക്കി എഴുതായിരുന്നു. 10ൻ്റെ പവറാക്കി ഇതും അതുപോലെ തന്നെയാണ്, ബട്ട് ചെറിയ വലിയ ഡിഫറൻസ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു സെക്ഷനാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇനി എൻ്റർ ചെയ്യാണ്, നമ്മൾ കംപ്ലീറ്റ് അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കുകയാണ്. ക്ലിയർ? സോ ന്യൂ ഫോം ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് അത് ഈ ഭാഗത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് ഭാഗത്ത് നമുക്ക് ഉണ്ടാവാറുണ്ട് പരീക്ഷയ്ക്ക്. അതുപോലെ തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ കൂടിയാണ്. സോ ന്യൂ ഫോംസ് എന്താണെന്ന് നോക്കാം അല്ലേ? ന്യൂ ഫോംസ്. ഈ ന്യൂ ഫോംസ് എന്ന് പറയുന്ന ഈ ഒരു ഹെഡിങ്ങിൻ്റെ അടിയിലും അണ്ടറിലും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്ത് തന്നെയാണ്. ബട്ട് ചില ഡിഫറെൻറ്റ് നമ്പേഴ്സ് എല്ലാതും നമുക്ക് 10ൻ്റെ പവറിലേക്ക് ഇങ്ങനെ മാറ്റാൻ, എളുപ്പത്തിൽ മാറ്റാൻ, അല്ലെങ്കിൽ ഫാക്ടറൈസ് ചെയ്താലും നമ്മൾ ആദ്യം പഠിച്ച് നമ്മൾ ഈ 1/4 1/2 പോലത്തെയാണ്, അത് നമുക്ക് 10ൻ്റെ പവറിലേക്ക് വളരെ എളുപ്പത്തിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റിയിരുന്നു. നെക്സ്റ്റ് നമ്മൾ 1/8 പോലുള്ള നമ്പേഴ്സ് പഠിച്ചു, 8നെ. അപ്പോൾ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സാണ്. ഇനി ഫാക്ടറൈസ് ചെയ്യാൻ കഴിയാത്ത നമ്പേഴ്സ്, ഫോർ എക്സാമ്പിൾ 3 വന്നു കഴിഞ്ഞാൽ, സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 1/3. Okay, so our question, write 1/3 in the decimal form. Decimal form 1/3 ഡെസിമൽ ഫോമിലേക്ക് മാറ്റണം. ഇപ്പോൾ 1/3 എന്ന് പറയുമ്പോൾ ഈ 3 എന്ന് പറയുന്ന നമ്പറിനെ എന്തായാലും ഫാക്ടറൈസ് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് 3 എന്ന് പറയുന്ന ഒരു പ്രൈം നമ്പറാണ്. അപ്പോൾ ഫാക്ടറൈസ് ചെയ്യാൻ കഴിയില്ല അല്ലേ? പിന്നെ 3നെ 10 ആക്കാൻ കഴിയുമോ നോക്കാം. ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട്. നെക്സ്റ്റ് 100, പിന്നെ 1000. അപ്പോൾ അതൊക്കെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, വേറൊരു രീതി സ്വീകരിക്കുന്നു. ആ രീതിക്കാണ് വി കൻ കോൾ ദാറ്റ് ന്യൂ ഫോംസ് എന്ന് പറയുന്നത്. സോ ന്യൂ ഫോംസ് 1/3 എങ്ങനെ നമ്മൾ ചെയ്യുന്നു എന്ന് പറയും. ഇവിടെ നമ്മൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ചെക്ക് ചെയ്യുന്നത് ഇതിനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കിയിട്ട് മാറ്റിയിട്ടാണ് ചെയ്യുന്നത്. മിക്സഡ് ഫ്രാക്ഷൻ ആക്കിയിട്ട്. എപ്പോഴാണ് ഈ മിക്സഡ് ഫ്രാക്ഷൻ വരിക? മിക്സഡ് ഫ്രാക്ഷൻ വരുന്നത് ഫോർ എക്സാമ്പിൾ 16/3 ന്യൂമറേറ്ററിൽ വലിയ നമ്പറാണ്. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഇതിനെ എങ്ങനെ ആക്കി മാറ്റാൻ പറ്റുന്നത്? മിക്സഡ് ഫ്രാക്ഷൻ ആക്കി ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എങ്ങനെ ഈ മിക്സഡ് ഫ്രാക്ഷൻ ആക്കുക? 16ൽ എത്ര 3 ഉണ്ട് നോക്കണം നമ്മൾ. 16ൽ എത്ര 3 ഉണ്ട്? 5 ആണ് വരുന്നത് അല്ലേ? 5 3 ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 5 into 3 എന്ന് പറയുന്നത് 15 ആണ്. സോ റിമൈൻഡർ 16ലേക്ക് 1 ഉണ്ട് അല്ലേ? അപ്പോൾ 1/3 ഇതാണ് അതിൻ്റെ എന്ത് വരുന്നത്? മിക്സഡ് ഫ്രാക്ഷൻ വരുന്നത്. ഇതെങ്ങനെ ചെയ്യാമെന്ന് നിങ്ങൾക്ക് അറിയണ്ടാവില്ലേ? ഈ 3നെ 3 into 5 എന്ന് പറഞ്ഞാൽ 15, 15 + 1 എന്ന് പറഞ്ഞാൽ 16, 16/3 ഇങ്ങനെയാണ് വരുന്നത്. സോ 16/3 എന്ന് പറയുന്നതിനെ നമുക്ക് മിക്സഡ് ഫ്രാക്ഷൻ ആക്കാം. എങ്ങനെയാണ് മിക്സഡ് ഫ്രാക്ഷൻ ആക്കുക? മിക്സഡ് ഫ്രാക്ഷൻ ആക്കണമെങ്കിൽ ഡിനോമിനേറ്റർ എന്തായിരിക്കണം? വലിയ നമ്പർ ആയിരിക്കണം അല്ലേ? ഈ ഒരു പ്രൊസീജിയർ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും ശ്രദ്ധിക്കുക. ഒരെണ്ണം നമുക്ക് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യാം കേട്ടോ. ഫസ്റ്റ് 1/3. 1/3 എന്ന് പറയുന്ന നമ്പറിന് നമ്മൾ എന്ത് ചെയ്യണം? ഡെസിമൽ ഫോമിലേക്ക് മാറ്റണം. ഇതിനെ ഡെസിമൽ ഫോമിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇതിനെ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ കൺവേർട്ട് ഇൻ ടു മിക്സഡ് ഫ്രാക്ഷൻ. മിക്സഡ് ഫ്രാക്ഷൻ വരുന്നുണ്ടെങ്കിൽ ന്യൂമറേറ്റർ വലിയ നമ്പർ ആയിരിക്കണം. ഏതിനേക്കാളും? 3നേക്കാളും വലിയ നമ്പർ ആയിരിക്കണം. അപ്പോൾ ഒന്നുകിൽ ഇവിടെ 4 വരണം,
അല്ലെങ്കിൽ ഇവിടെ 5 വരണം, അല്ലെങ്കിൽ 6 വരണം, 7 വരണം, 8 വരണം, 9 വരണം, 10 വരണം, 11 വരണം, അങ്ങനെ വരണം, വലിയ നമ്പർ വരണം. അപ്പോൾ നമുക്ക് ഇതിനെ നമുക്കറിയാം 10ൻ്റെ പവർ വെച്ചിട്ടാണല്ലോ നമ്മളിതിനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ 10ൻ്റെ പവർ വെച്ച് ഇൻറ്റു ചെയ്യുന്ന ഒരു നമ്പർ ആക്കി മാറ്റണം. എന്നാൽ നമുക്ക് 10 കൊണ്ട് ഇൻറ്റു ചെയ്യാം. 10 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 1 × 10 എന്ന് പറയുമ്പോൾ 1 × 10 10. അപ്പോൾ വലിയ നമ്പർ ആയില്ലേ ന്യൂമറേറ്ററിൽ അല്ലേ. പക്ഷേ ഒരാളുടെ വാല്യൂ ഒരാളുടെ കയ്യിലുള്ളത് 1/3 ആണ്. പെട്ടെന്ന് ഒരാൾ പുറത്തുനിന്ന് വന്നിട്ട് എന്ത് ചെയ്തു, 10 കൊണ്ട് ഇൻറ്റു ചെയ്തു. അപ്പോൾ എന്താ സംഭവിക്കുക? അത് വലിയ വില ആയില്ലേ, വലിയ വാല്യൂ ആയി. വാല്യൂവിന് മാറ്റം വരാനും പാടില്ല, ഇവിടെ വലിയ നമ്പർ ആവും വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ, ഇതിൻ്റെ കൂടെ ഇൻറ്റു ഒരു 1/10 കൂടി ഇൻറ്റു ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്താലുള്ള മെച്ചം എന്താ, ഇത് ശരിക്ക് ഇത് രണ്ടും കൂടിയും കട്ട് ചെയ്ത് പോവും. അപ്പോൾ ഇത് രണ്ടും കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ബാക്കി എന്ത് തന്നെയാണ് വരിക, 1/3 തന്നെയാണ് വരിക. ബാക്കി 1/3 തന്നെയാണ് വരുന്നത്. അപ്പോൾ വാല്യൂ മാറുന്നില്ല. നമ്മൾ എന്തിനാ അങ്ങനെ ചെയ്യുന്ന, വാല്യൂ മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വാല്യൂ മാറുന്നില്ല. പക്ഷെ എന്നാൽ നമുക്ക് ഇവിടെ ഇങ്ങനെ നമ്മുടെ പ്രോബ്ലത്തിലേക്ക് എന്ത് ചെയ്യണം, ഒരു സ്റ്റെപ്പ് ഫോർവേഡ് ചെയ്യണം അല്ലേ. അപ്പോൾ ഫോർവേഡ് ചെയ്യാൻ ആവശ്യമായ ഒരു കാര്യം നമ്മളിവിടെ കൊടുത്തു. അപ്പോൾ വാല്യൂ മാറുന്നുണ്ട്. ഇതിങ്ങനെ ചെയ്യുമ്പോൾ 1/3 എന്നുള്ളത് എന്തായിട്ട് മാറും, 10/3 ആയിട്ട് മാറും. അപ്പോൾ വാല്യൂ മാറുന്നുണ്ട്, ബട്ട് വാല്യൂ മാറാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ കൂടെ 1/10 കൂടി ഇങ്ങനെ ഇൻറ്റു ചെയ്ത് കൊടുക്കും. ഇനി ശ്രദ്ധിച്ചോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഏതാണ് എഴുതുന്നത്, 1/3നെയാണ് നമ്മൾ എഴുതുന്നത്. 1/3യെ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് സ്റ്റെപ്പാട്ടോ. 1/3 = 1/3 × 10 × 1/10. ഇപ്പോൾ ഈ 10 ഉം 10 ഇവിടുന്ന് വെട്ടിക്കളഞ്ഞാൽ ബാക്കി 1/3 = 1/3 എന്ന് തന്നെ കിട്ടും. സ്റ്റെപ്പ് ശ്രദ്ധിക്കണം കേട്ടോ. = 1 × 10 10/3 × 1/10. ഓക്കെ, അത് ലാസ്റ്റ് 1 × 1/10. ഓക്കെ, നെക്സ്റ്റ് ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം, മിക്സഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റണം. അതെങ്ങനെയാണ് ചെയ്യുന്നത് ശരിക്കും ശ്രദ്ധിച്ചോളൂ. 10നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 10നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 ടൈംസ് പോവും, 3 ടൈംസ് അല്ലേ. ബാക്കി റിമൈൻഡർ 3 × 3 എന്ന് പറഞ്ഞാൽ 9 അല്ലേ. ബാക്കി റിമൈൻഡർ 1. സോ 1/3 എന്ന് എഴുതി കൊടുക്കുക. കൂടി പറയാം, 10നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 3 ടൈംസ് 9, ബാക്കി റിമൈൻഡർ 1. ഓക്കെ, അതാണ് നമ്മളവിടെ എഴുതിയില്ല. 3 + 1/3 മുകളിൽ റിമൈൻഡർ, ഇത് ഡിവൈഡ് ചെയ്യുന്ന കിട്ടുന്ന നമ്പർ ഇൻറ്റു 1/10. അതായത് ഇതെല്ലാം 1/3 ആണ്. ഓക്കെ, സോ 1/3 = ഇനി ഈ 1/10നെ ഇതിൻ്റെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ആദ്യം ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 3 × 1/10 എന്ന് പറയുമ്പോൾ 3/10 പ്ലസ് ഇനി ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 1 × 1 എന്ന് പറഞ്ഞാൽ 1/3 × 10 എന്ന് പറഞ്ഞാൽ 30. 3 × 10 30. ഫസ്റ്റ് വൺ 3 × 1/10 3/10. നെക്സ്റ്റ് വൺ 1/3 × 1/10 1 × 1 1 3 × 10 30. ഓക്കെ, സോ നമുക്ക് കിട്ടിയത് 1/3 = 3/10 + 1/30. ഇനി 1/3 ആ 3/10ന് എന്ത് ചെയ്യുന്നു, ഈ ഭാഗത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ അത് പ്ലസ് ആണ്, അത് ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് ആവും അല്ലേ. അപ്പോൾ -3/10 = അവിടെ എന്താ ഉള്ളത്, 1/30. ഇനി ഈ ഭാഗം ശരിക്കും നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. 2-3 ചോദ്യങ്ങൾ ഇതേപോലെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആവും, ക്ലിയർ ആവും. ഈ ഭാഗം ശ്രദ്ധിക്കുക നിങ്ങൾ. ഇവിടെ 1/30 എന്നാണ്. 1/30 എന്ന് പറഞ്ഞാൽ എന്താ, 1നെ 30, അതായത് അല്ലെങ്കിൽ ഒരു വലിയ കേക്കിനെ 30 കഷ്ണങ്ങളാക്കുന്നു. വലിയൊരു കേക്കിനെ 30 കഷ്ണങ്ങളാക്കുന്നു. അതിലൊരു കഷ്ണം എന്ന് പറയുന്നത് വളരെ ചെറുതാവൂലേ.
ഡിനോമിനേറ്റർ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക, ഡിനോമിനേറ്റർ വലിയ നമ്പർ ആകുന്നതിനനുസരിച്ച് അതെന്ത് ചെയ്യുന്നു? സീറോയിലേക്ക് അടുക്കുന്നു. ഡിനോമിനേറ്റർ വലിയ നമ്പർ ആകുന്നതിനനുസരിച്ച്, ഡിനോമിനേറ്റർ വലിയ നമ്പർ നിങ്ങൾ വെറുതെ ചെക്ക് ചെയ്ത് നോക്കുക. 1/30, അടുത്തത് 1/1000 ചെയ്ത് നോക്കുക. അപ്പോൾ ഡിനോമിനേറ്റർ വലുതാവുന്നതിനനുസരിച്ച് അത് സീറോയിലേക്ക് അടുക്കുന്നു. എന്തിലേക്ക് അടുക്കുകയാണ്? സീറോയിലേക്ക് അടുക്കുക. ക്ലിയർ ആണല്ലോ? സീറോയിലേക്ക്. അതങ്ങനെ പഠിച്ചു വെക്കുക നിങ്ങൾ. ഡിനോമിനേറ്റർ വലിയ നമ്പർ ആവുന്നതിനനുസരിച്ച്. അപ്പോൾ ഇത് സീറോ ആണെന്ന് നിങ്ങൾ സപ്പോസ് ഇത് വിചാരിക്കുക. ഇത് സീറോ ആണെന്ന് വിചാരിക്കുക. ഇതിൻ്റെ വാല്യൂ സീറോയിലേക്ക് ഇറ്റ് ടെൻസ് ടു സീറോ, സീറോയിലേക്ക് ടെൻഡ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് വിലകൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ശരിയല്ലേ? ഈ രണ്ട് വാല്യൂസ് ഈക്വൽ ആവൂലേ? ആണോ? ഇതെപ്പോഴാണ് സീറോ ആവുക? എപ്പോഴാണ് രണ്ട് നമ്പർ മൈനസ് ചെയ്യുമ്പോൾ അപ്പുറത്തുള്ള നമ്പർ സീറോ ആവുക? എപ്പോഴാണ്? ഇത് രണ്ടും ഈക്വൽ ആകുമ്പോഴല്ലേ. അതായത് 5 - 5 എന്ന് പറഞ്ഞാൽ 0. ഇവിടെ 0 കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് നമ്പർ ഈക്വൽ ആവണ്ടേ? ഇവിടെ 0 കിട്ടുന്നു എന്നല്ല പറയുന്നത്, സീറോയിലേക്ക് അടുക്കുന്നു എന്ന് പറയും. അപ്പോൾ ഇത് സീറോയിലേക്ക് അടുക്കുന്നു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഈ രണ്ടെണ്ണം എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. സോ വി ക്യാൻ റൈറ്റ് ദെർഫോർ 1/3 ഈക്വൽ ടു 3/10. 1/3 എന്ന് പറയുന്നത് എന്താണ്? ഈക്വൽ ടു 3/10 ആണ്. 1/3 ഈക്വൽ ടു 3/10. 1/3 എന്താണ്? 3/10 ആണ്. 3/10ൻ്റെ വാല്യൂ എന്താ? ഇത് നിങ്ങൾക്ക് അറിയാലോ. 3/10ൻ്റെ വാല്യൂ therefore 1/3 ഈക്വൽ ടു 3/10 0.3. 1/3 ഈക്വൽ ടു 0.3. 1/3 ഈക്വൽ ടു 0.3. കഴിഞ്ഞോ? ഇല്ല. അപ്പോൾ 1/3 ഈക്വൽ ടു 0.3 എന്ന് കിട്ടിയത് അവിടെ നിന്നോട്ടെ. കാരണം ഇവിടെ 0 ആയി എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. 0 ആകുമ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണ്. ഇത് 0 ആകുമ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ റൈറ്റ് ദാറ്റ് 1/3 ഈക്വൽ ടു 3/10 ആൻഡ് ദ വാല്യൂ ഓഫ് 3/10 ഇസ് ഈക്വൽ ടു 0.3. ദെർഫോർ 1/3 ഇസ് ഈക്വൽ ടു 0.3 എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് കിട്ടി. ഇപ്പോൾ നമ്മൾ 10 വെച്ചിട്ടല്ലേ ചെയ്തത്. ഇനി ഇതേപോലെ 100 വെച്ച് ചെയ്യണം അല്ലേ? അപ്പോൾ 100 വെച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പാണ് കേട്ടോ. 1/3 ഈക്വൽ ടു 1/3 ഇൻറ്റു 100 ഇൻറ്റു 1/100. ഓക്കെ, നേരത്തെ ഇത് സ്റ്റെപ്പുമായിട്ട് കമ്പയർ ചെയ്യാം. ഫസ്റ്റ് എഴുതിയത് 1/3 ഈക്വൽ ടു 1/3 ഇൻറ്റു 10 ഇൻറ്റു 1/10. ഓക്കെ, നെക്സ്റ്റ് 1 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 1/100. നേരത്തെ എഴുതിയ സ്റ്റെപ്പ് 1/3 ഈക്വൽ ടു 1 ഇൻറ്റു 10 ബൈ 3 ഇൻറ്റു 1/10 അല്ലേ? ഒക്കെ 1/3 ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ 1/3 ഈക്വൽ ടു, ഇനി ഇതിനെ ഡിവൈഡ് ചെയ്യണം. ഇപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 100 ഡിവൈഡഡ് ബൈ 3 ഇപ്പോൾ 33 99 റിമൈൻഡർ 1 ആണ് വരും അല്ലേ? അപ്പോൾ 33 പ്ലസ് റിമൈൻഡർ 1/3 ഓക്കെ ഇൻറ്റു 1/100. നേരത്തെ നമ്മൾ ഇത് ചെയ്തത് 1/3 ഇസ് ഈക്വൽ ടു 10/3 എന്ന് പറയുമ്പോൾ 3 പ്ലസ് 1/3 ഇൻറ്റു 1/10 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? സോ ദാറ്റ് ഈസ് 1/3 ഈക്വൽ ടു, ഇതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 33 ഇൻറ്റു 1 33/100 പ്ലസ് ഇതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 ഇൻറ്റു 1 1/3 ഇൻറ്റു 100 300. ഓക്കെ, സോ ദാറ്റ് ഈസ് 1/3 ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു 1 3/10 പ്ലസ് 1 into 1 1/3 into 10 30. And from here 1/3 minus 33/100 equal to 1/300. നോക്കൂ, നേരത്തെ 1/30 ആയിരുന്നു, ഇപ്പോൾ ഒന്നും കൂടി കൂടി. അപ്പോൾ ഡിനോമിനേറ്റർ വലുതാകുന്നതിനനുസരിച്ച്
the value of 1/30 it tends to 0. 0യിലേക്ക് ടെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഈ രണ്ട് വാല്യൂ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. therefore 1/3 equal to 33/100. What is the value of 33/100? So 1/3 is equal to 33/100, 0.33. So the 1/3 is equal to എന്തുമാവാം? 0.33 ആവാം അല്ലേ? ഇവിടെ നമുക്ക് എന്താ കിട്ടിയത്? 1/3 minus 3/10 equal to 1/30. Therefore 1/3 equal to 3/10. Therefore 1/3 equal to 0.3. ഇനി ഇതിന് ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? 1000 കൊണ്ടും ഇതുപോലെ ചെയ്ത് നോക്കണം. അപ്പോൾ 1000 കൊണ്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് 0.333 എന്ന് കിട്ടും. സോ നമുക്ക് ലാസ്റ്റ് വൺ എന്ത് പറയാം? 1/3 എന്ന് പറയുന്നത് എന്താണ്? ഇസ് ഈക്വൽ ടു 0.33 ആണ്. 0.3 ആയിരുന്നു. സോ ദെർഫോർ 0.3333 എക്സെട്രാ. സോ ദിസ് വൺ ഈസ് ദ ഡെസിമൽ ഫോം ഓഫ് ദ ഫ്രാക്ഷൻ 1/3. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയും ഭാഗം വളരെ വൃത്തിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നന്നായിട്ട് നോക്കണം. ക്ലിയർ? ഓക്കെ ആണല്ലോ? സോ ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം.